503 ഗുണ്ടകളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പലവട്ടം പറയാറുണ്ട്, ഒരാൾ ഗുണ്ടയായി ആരും ജനിക്കുന്നില്ല. ചെറിയ പ്രായത്തിലുണ്ടാകുന്ന ചില മാനസിക വൈകല്യങ്ങളോ, വീട്ടിൽ നിന്നുള്ള പ്രതിഷേധമോ, വീട്ടിലെ ദാരിദ്ര്യമോ, അച്ഛനും അമ്മയുടെയൊക്കെ വഴിവിട്ടുള്ള ജീവിതമോ, അച്ഛൻ മദ്യപാനിയായിരിക്കുന്നതോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വഴിവിട്ട ഒരു ലൈഫ് നയിക്കുന്നവരാണ് പലപ്പോഴും ക്രിമിനൽ സ്വഭാവത്തിൽ ജനിക്കുന്നത്, പോകുന്നത്, വളരുന്നത്. മാത്രമല്ല, അല്ലെങ്കിൽ പശ്ചാത്തലം, അവർ ജീവിക്കുന്ന ആ പശ്ചാത്തലം, സാമൂഹ്യ പശ്ചാത്തലം അങ്ങനെയുള്ളതായിരിക്കണം, അയൽപക്കങ്ങൾ അങ്ങനെ എന്തോ എങ്കിലും ഒരു കാര്യമില്ലാതെ ആരും ക്രിമിനലാവില്ല. പക്ഷെ ക്രിമിനലായി വളർന്നു കഴിഞ്ഞാൽ, അല്പം ഒന്നറിയപ്പെടുന്ന ക്രിമിനലായാൽ, ചില കേസിലൊക്കെ പ്രതിയായാൽ, പിന്നെ ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പും എല്ലാം ബ്യൂറോക്രാറ്റിക്സും എല്ലാവരും കൊട്ടേഷൻ കൊടുക്കാനും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സംഘടിപ്പിക്കും. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറയുന്ന അതിമനോഹരമായൊരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. അർജുൻ ആയങ്കിയെ അകത്താക്കിയിട്ടുണ്ട്. കൊടിസുനിമാരെ പോലെയുള്ള ആളുകളെല്ലാം, കിർമാണി, കൊടിസുനി, ഇങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, അവരാരും ബോൺ ക്രിമിനൽ അല്ല, ജന്മം കൊണ്ട് ക്രിമിനൽ അല്ല, പക്ഷേ പ്രവർത്തനം കൊണ്ട് ക്രിമിനലുകളാകുന്നു, കൊട്ടേഷൻ സംഘത്തിലേക്ക് പോകുന്നു. അവർക്ക് കിട്ടുന്ന സുഖസൗകര്യങ്ങൾ, അവർക്ക് കിട്ടുന്ന വക്കീലിൻ്റെ സഹായം, വക്കീലന്മാരുടെ സഹായം, അവർക്ക് കിട്ടുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ, അവർക്ക് കിട്ടുന്ന പൊളിറ്റിക്കൽ പാറ്റേണേജ്, രാഷ്ട്രീയ പിതൃത്വം, എല്ലാ പാർട്ടികളും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തല്ലാനും കൊല്ലാനും വെച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. മറ്റുള്ളവരെ, എതിരാളികളെ തല്ലാനും കൊല്ലാനുമായിട്ട് എല്ലാ പാർട്ടിക്കാരും ആരെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. എന്തായാലും ADGP വിജയൻ IPS-ഉം അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വളരെ കൃത്യമായ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ള, പ്രധാനമന്ത്രി വരെ അനുമോദിച്ച, അഭിനന്ദിച്ച, രാജ്യത്തിലേക്ക് കൊണ്ടുപോയ പൈലറ്റ് പ്രോജക്റ്റ്, ഇവിടെ നിന്നെടുത്തിട്ടുള്ള പൈലറ്റ് പ്രോജക്റ്റ് വളരെ കൃത്യമായി ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നു. ആയിരക്കണക്കിന് പേരെ, 4000-5000 പേരെയാണ് അകത്തിട്ടിരിക്കുന്നത്. കോടാനുകോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങളാണ് പിടിച്ചത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ വളരെ കൃത്യമായി ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ പുതിയൊരു പദ്ധതി കൊണ്ടുവന്നു. 503 പേരെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് പിടിച്ചു. ഈ സിസ്റ്റത്തെ വെല്ലുവിളിച്ച, ഫേസ്ബുക്കിലൂടെ സിസ്റ്റത്തെ പിടിക്കാമെങ്കിൽ പിടിച്ചോടാ എന്നുള്ള നിലയിൽ സിസ്റ്റത്തെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കിയെ ഒരു ചെറിയൊരു ആട്ടോ ഡ്രൈവർ വിചാരിച്ചപ്പോൾ അകത്താക്കാൻ കഴിഞ്ഞു. ആട്ടോ ഡ്രൈവറുടെ ഒരു വാർത്ത, അല്ലെങ്കിൽ ആട്ടോ ഡ്രൈവർ കൊടുത്ത ഒരു മെസ്സേജ്, ഒരു ക്ലൂ അനുസരിച്ചാണ് അകത്തായത്. പാതിരാത്രി 2 മണിക്കാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. അത് അവരുടെ വക്കീലിൻ്റെ വീട്ടിൽ, ഫ്ലാറ്റിൽ ഒളിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ, വളരെ വലിയ കൃത്യമാണ് കാര്യങ്ങൾ. എന്തായാലും ഇവിടെ കേരളത്തിൽ ഗൂണ്ടാരാജ് ഉണ്ട് എന്നുള്ളതിന് തെളിവാണല്ലോ ഈ 503 പേരെ പിടിക്കാൻ പറ്റുന്നത്. അതെല്ലാം ചെറുപ്പക്കാരാണ്, പുരുഷന്മാരാണ്, സ്ത്രീ ഗുണ്ടകൾ ഉണ്ടാവാറില്ല, കേടികളും ഉണ്ടാകാറില്ല, കൂടുതലും പുരുഷന്മാരാണ്. പലരും 10-15 കേസിൽ പ്രതിയാണ്. ഇതാണ് മനസ്സിലാവാത്തത്. 1-2 കേസിൽ പ്രതിയായി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതിനേക്കാൾ വലിയ കേസ് ചെയ്യുന്നു. എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? ഒരു കേസ് ചെയ്തു, ഓക്കെ, പിടിച്ചു, അതിൻ്റെ ശിക്ഷ അനുഭവിച്ചു, രണ്ടാമതൊരിക്കൽ കൂടെ പിടിച്ചാൽ പിന്നെ ഇനി പുറത്ത് വിടൂല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് 20 കേസ് വരുന്നത്. ഒരാളിനെ 10-20 കേസിന് ശിക്ഷിക്കുകയാണ്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ ഇതിനൊക്കെതിരെയുള്ള ശക്തമായ സാമൂഹ്യ അവബോധവും വിദ്യാഭ്യാസവും, കുട്ടികൾക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസവും സമൂഹം വളരെ വലിയ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. വെറും നിയമം കൊണ്ട് മാത്രം നിൽക്കുന്ന വിഷയങ്ങളല്ല ഗൂണ്ടാരാജ് ഇല്ലാതാക്കുന്നത്. നിയമത്തിന് വലിയ പങ്കുണ്ട്. ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതിനും ജയിലിലിടുന്നതിനും ഒക്കെ വലിയ പങ്കുണ്ട്. അത് തന്നെയാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. പക്ഷെ വലിയ ഇവർ മെൻ്റൽ ട്രോമയിൽ പോയിട്ടുള്ള ഒരു പ്രായത്തിൽ നിന്നാണ് ഇതിലേക്കൊക്കെ വരുന്നത്. അതൊരു മാനസിക പ്രശ്നം കൂടെയാണ്, ഒരു സാമൂഹ്യ വിഷയമാണ്, ഒരു രാഷ്ട്രീയ വിഷയമാണ്, ഒരു സാമ്പത്തിക വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കുന്നതിനുള്ള ഗൗരവമായ, വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ആലോചിക്കണം. എന്തായാലും ഗൂണ്ടാരാജ് കേരളത്തിൽ അനുവദിക്കില്ല എന്ന് വളരെ ശക്തമായി
മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗൗരവമായി പിടിക്കപ്പെടുന്നു, ആളുകളെ പിടിക്കുന്നു. അതുപോലെ ഗൗരവമായി തന്നെ ഓപ്പറേഷൻ തൂഫാനിലും നിരവധി ആളുകൾ അകത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള 2 സാമൂഹ്യ വിപത്തുകളെയാണ് ഒരേ സമയം ആഭ്യന്തര വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതൊരു ചെറിയ കാര്യമല്ല, വളരെ വലിയ ഒരു കാര്യമാണ്. രാജ്യത്തിനാകെ മാതൃകയാകുന്ന ഒരു കാര്യമായിട്ടാണ് ഇത് രണ്ടും നടക്കുന്നത്. ഉത്തർപ്രദേശിൽ ഗൂണ്ടാരാജ് ഇല്ലാതാക്കിയെന്നുള്ള പ്രധാന കാരണം കൊണ്ടാണ് യോഗി ആദിത്യനാഥിന് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. അവിടുത്തെ രാത്രികാലങ്ങളിലെ ഗൂണ്ടാരാജ് അവസാനിപ്പിച്ചപ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. കൊട്ടേഷൻ സംഘത്തെയും ഗൂണ്ടാരാജിനെയും ഗുണ്ടകളെയൊക്കെ അവസാനിപ്പിക്കേണ്ടത് ആധുനിക സമൂഹത്തിന് ആവശ്യമാണ്. അത് ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ ഈ നടക്കുന്ന നടപടികൾ മുന്നോട്ട് പോകട്ടെ. ഓപ്പറേഷൻ ഗ്രിപ്പിൽ ഒരുപാട് ആളുകൾ അകത്താകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത.